ഹലോ ഗൈസ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ റീലിൽ ഞാൻ ചെയ്ത ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിരുന്നു ഞാൻ എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം, കുഴപ്പമില്ല. ഇത്രയ്ക്ക് അങ്ങോട്ട് ട്രെയിൻ പോലെ പോകും. അപ്പം നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഈ സ്റ്റിച്ചിങ് ഫുൾ വീഡിയോ നിങ്ങൾ ചോദിക്കുമ്പോൾ ഫുൾ വീഡിയോ എനിക്ക് കട്ട് ചെയ്ത് അത്രയ്ക്കധികം കുറയ്ക്കാൻ പറ്റുന്നില്ല. മാക്സിമം കുറച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മെഷർമെന്റ്സ് മാർക്ക് ചെയ്യണത് പറഞ്ഞുതരണ്ടേ, കട്ട് ചെയ്യണത് പറഞ്ഞുതരണ്ടേ. അപ്പം നമ്മൾ എവിടെയെങ്കിലും കട്ട് ചെയ്താൽ സ്പീഡ് കൂട്ടിയാലും അത് എനിക്ക് പറ്റാവുന്നത് പോലെയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ വെച്ചിട്ടുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാക്കും, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ മാക്സിമം കുറച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കുറച്ചത് തന്നെ 2 വീഡിയോ ആയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ കട്ടിങ് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് 1 കട്ടിങ് വീഡിയോ, സെക്കൻഡ് പാർട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. പിന്നെ ഒരു കാര്യം, കട്ടിങ് വീഡിയോയിൽ തന്നെ ഒരു സാധനം കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. ഇതൊരു കോളർ നെക്കാണ് കൊടുത്തേക്കുന്നത്. അതിൽ കോളർ കട്ട് ചെയ്യണത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതെന്താ വെച്ചാൽ ഞാൻ കോളർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ കോളർ കട്ട് ചെയ്യുക. അപ്പോൾ ആ കോളർ കട്ടിങ് സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിലാണ് ഞാൻ കട്ട് ചെയ്തത്. അതുകൊണ്ട് അത് ഈ സ്റ്റിച്ചിങ് വീഡിയോയിലായിരിക്കും നിങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾ 2 വീഡിയോയിൽ കുത്തിയിരുന്ന് കാണണം. നിങ്ങൾക്ക് തയ്ക്കണേ മതി. ഓക്കെ, അപ്പോൾ ഇത് കട്ടിങ് വീഡിയോ ആൻഡ് ഇനി വരാൻ പോകുന്നത് സ്റ്റിച്ചിങ് വീഡിയോ. പിന്നെ എന്താണ് ഇതിൽ എനിക്ക് ഡിസ്ക്ലൈമർ പറയാനുള്ളത്? എന്തും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എന്നോട് ഫുൾ വീഡിയോ ചോദിച്ചാലേ നിങ്ങൾ ചോദിക്കുന്ന അതുപോലെ നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട പാറ്റേൺ ആയിരിക്കാം. അപ്പം ആ പാറ്റേൺ ഞാൻ എന്തായാലും ഞാൻ ആദ്യമായിട്ട് തയ്ക്കണ പാറ്റേൺ ആയിരിക്കും. ആദ്യമായിട്ട് തയ്ക്കണ പാറ്റേണിൽ ഇങ്ങനെ ഒരുവിധം എല്ലാ കാര്യം ആദ്യമായിട്ടായിരിക്കും ചെയ്യേണ്ടാവുക. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പാറ്റേൺ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ ചെയ്യണത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കൺവിൻസ് ചെയ്ത് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്തതെന്ന് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് എന്നുള്ള വീഡിയോ ആണിത്. അല്ലാണ്ട് പക്ക നല്ല പ്രൊഫഷണൽസ് ചെയ്യുന്ന പോലെ പാറ്റേൺ കറക്റ്റായിട്ട് വരച്ചിട്ടുള്ള ഒരു വീഡിയോ ഒന്നും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കട്ടിങ് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ലൈനിങ് എടുത്തേക്കാണ്. നമ്മൾ ആദ്യം ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ഡബിൾ ഫോൾഡ് ചെയ്ത് പീസിനെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ യോക്ക് പീസ് കട്ട് ചെയ്യാൻ പോവാണ്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സോറി, ഒരു കുട്ടി മിസ്റ്റേക്ക് ഇതിൽ പറ്റിയിട്ടുണ്ട്. ഞാൻ മാർക്ക് ചെയ്യണത് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. നൈറ്റ് ഞാൻ റിംഗ് ലൈറ്റും വെളിച്ചം, അതായത് ഡേ ലൈറ്റ് അല്ലല്ലോ, അപ്പോൾ എന്തോ അത് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. എന്നാലും ഞാൻ പറഞ്ഞു തരാം എവിടേക്കാണ് മാർക്ക് ചെയ്തേക്കണമെന്ന്. ചെറുതായിട്ട് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വീണ്ടും ഒരു ലൈൻ വരച്ചു. അത് മുകളിലത്തെ ഷോൾഡറിൻ്റെ സീം അലവൻസ് ആയിട്ടാണ് കേട്ടോ വരച്ചേക്കുന്നത്. ഇനി ഞാനിതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. നമ്മുടെ കോളർ നെക്കാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കണം. പ്ലസ് ഞാനിത് ഇച്ചിരി ലൂസ് ഫിറ്റ് ആയിട്ടാണ് ചെയ്യണം. അപ്പോൾ എൻ്റെ 7 ഷോൾഡർ ഞാനിവിടെ 8 ആക്കിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് ആം ഹോള് മാർക്ക് ചെയ്യാണ്. അതും ഞാൻ നോർമലി ഒരു 6 എടുക്കണത്. അതും ഞാനിവിടെ ഒരു 7 ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ജോയിൻ ചെയ്ത് വരച്ചു. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. അവിടെ ഇച്ചിരി ലൂസ് കൊടുത്തിട്ടുണ്ട്. 8.75 ഉള്ളത് ഞാനൊരു 9 കഴിഞ്ഞ് 10 ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നോർമലി എടുക്കണേക്കാളും കുറച്ച് കുറവാണ് എടുത്തേക്കുന്നത്. എനിക്ക് 11.5 മതി തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ലെങ്ത്ത്. അപ്പോൾ ഞാനിവിടെ 12 ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. എവിടെ നിന്ന്? ഷോൾഡറിൻ്റെ സീം അലവൻസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ 12 മാർക്ക് ചെയ്തേക്കുന്നത്. സീം അലവൻസിന് മുകളിലാണെങ്കിൽ 12. അപ്പോൾ ഓൾറെഡി അവിടെ ഞാൻ സീം അലവൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ താഴോട്ട് 12 ഇഞ്ചാണ് ഞാൻ യോക്കിൻ്റെ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യണേ. അപ്പം അതിൽ തന്നെ സീം അലവൻസും കൂടി ഉള്ളതുകൊണ്ട് ആ 12 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് ഇതേ ഒരു 1/4 ഇഞ്ചൊക്കെ കയറ്റി വരച്ചേക്കാണ്. അതാണ് സീം അലവൻസ്. അപ്പോൾ ഇനി നമുക്ക് യോക്ക് റൗണ്ട് മാർക്ക് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വണ്ണം കുറഞ്ഞ ഭാഗത്താണ് ഞാൻ യോക്ക് റൗണ്ടായിട്ട് എടുത്തതെന്ന്. അപ്പോൾ അവിടുത്തെ ലെങ്ത്തും അത്ര തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ കയറ്റിയാണ് ലെങ്ത് എടുത്തേക്കുന്നത്. അതായത് 11.5 ഇഞ്ചേ ലെങ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 11.5 ഇഞ്ചിൽ എത്രയാണോ നമ്മുടെ റൗണ്ട് വരുന്നത് അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് ബൈ 4 ചെയ്തപ്പോൾ 8 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഇവിടെ ഞാനൊരു 1 ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് അത് മാർക്ക് ചെയ്തു. പിന്നെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇങ്ങനെയാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. മുകളിൽ കണ്ട എത്ര ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ട് താഴോട്ടുള്ള
ആ ഒരു ഹാഫ് എന്നുള്ളത് കേർവ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല തയ്ച്ചിട്ട്. ഇനി ഞാൻ യോക്കിൻ്റെ സൈഡിലത്തെ സീം അലവൻസ് കൊടുക്കുകയാണ്. 1.5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ, താഴെ ഒരു ഇഞ്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ വണ്ണം വയ്ക്കും എന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് 2 ഇഞ്ച് വരെ മാക്സിമം പോയാൽ മതി. അതിന് കൂടുതലായാലും അവിടെ ബൾക്കായിട്ട് നിൽക്കും. അപ്പം ഞാനിവിടെ 1.5 ഇഞ്ച് എടുത്തു. ഇനി നമുക്ക് ഷോൾഡർ, അതായത് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഈ ഷോൾഡറിൽ 8 ഇഞ്ചിൽ 3.5 ഞാൻ നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യണേ. ഷോൾഡറൊക്കെ കോളർ നെക്ക്, ക്ലോസ് ആയിട്ടുള്ള നെക്കൊക്കെ ഫുൾ ഷോൾഡർ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് കോളർ ആയതുകൊണ്ട് തന്നെ ഞാൻ 1 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് വരയ്ക്കാറ്. ഫ്രണ്ട് നെക്ക് ഞാൻ ആ സീം അലവൻസ് കഴിഞ്ഞിട്ട് താഴോട്ടൊരു 4 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് നെക്ക് വരയ്ക്കാൻ പോവാണ്. ആ ഷോൾഡർ വിഡ്ത്ത് നിന്ന് താഴോട്ട് 1 ഇഞ്ചിലോട്ട് ഈ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് തന്നെ ഒന്ന് കേവ് ചെയ്ത് വരച്ച്, അതാണ് ബാക്ക് നെക്ക്. ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് വിഡ്ത്തും ലെങ്ത്തും ഇങ്ങനെ ഒരു സ്ക്വയർ ആക്കി വരച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് റൗണ്ടാക്കി നോർമലി വരച്ചാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഫ്രഞ്ച് കേവ് തന്നെ ഇങ്ങനെ ഒന്ന് സീം അലവൻസ് വിട്ടിട്ട് റൗണ്ടാക്കി വരച്ചിട്ട് ഇങ്ങനെ കേവ് ചെയ്ത് കൊടുത്തു. ഫ്രണ്ട് നെക്കിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഫ്രണ്ട് നെക്കിൽ ഇനി റൗണ്ട് കേവ് ചെയ്ത് വരച്ചതും കഴിഞ്ഞിട്ട് ഞാനൊരു 2 ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യണേ. 2 ഇഞ്ച് താഴോട്ട് ഒന്നും കൂടെ ഒന്ന് പോയിന്റ് ചെയ്തേക്കാണ്. അവിടെ നമ്മളൊരു കുഞ്ഞി വീനക്ക് പോലെയും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ ഒരു കട്ട് വരുന്നുണ്ട് കോളർ വയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി താഴോട്ട് കൂട്ടാട്ടോ, നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്ക് ബേസിക്കലി അത്രയ്ക്ക് താഴോട്ട് ലെങ്ത്ത് പോകണത് ഇഷ്ടമല്ല ഫ്രണ്ട് നെക്കിൽ. അങ്ങനെ യോക്കിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ യോക്കിൻ്റെ ഔട്ടർ ഷേപ്പ് സീം അലവൻസ് ഒക്കെ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ ഞാൻ നോക്കൂ, ഈ താഴത്തെ യോക്ക് ലെങ്ത്തിൻ്റെ അവിടെ ഇങ്ങനെ എൻഡിലൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ സൈഡ് തൂങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഇതും 2 പീസും വെച്ചേക്കല്ലേ. അപ്പോൾ ആദ്യം ചെറിയ നെക്ക് കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാക്ക് നെക്കാണ്, അത് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു പീസ് മാറ്റി വയ്ക്കുക. മാർക്കിംഗ് ഇല്ലാത്ത ഭാഗം മാറ്റി വെച്ചോളൂ. അപ്പോൾ അത് ബാക്കിലേക്കുള്ള യോക്ക് പീസായി. എന്നിട്ട് ഇതേ ഇപ്പോൾ മാർക്ക് ചെയ്ത പീസിൽ നമ്മൾ വലിയ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 യോക്കിൻ്റെയും നെക്ക് കട്ട് ചെയ്തു. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുക. നമ്മൾ 2 പീസ് വെച്ച് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഷോർട്ടായിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു പീസ് മാറ്റി വെച്ചിട്ട് പിന്നെ ലോങ് ആയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ലോങ് ആയിട്ടുള്ളത് കട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഷോർട്ട് ആയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കണം. സോറി, ഞാൻ ഇതിലൊരു കാര്യം വിട്ടു ചെയ്യാൻ. ഷോൾഡർ ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാൻ മറന്നു. അതെന്താ വെച്ചാൽ ഞാൻ നോർമലി അത് ചെയ്യാറില്ല. ബിക്കോസ് ഞാൻ ഇത്രയും ഷോർട്ടായിട്ടുള്ള ലെങ്ത് ഉള്ളത് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത്രയും ഷോൾഡർ ഉള്ളപ്പോഴാണ് ഞാനിങ്ങനെ സ്ലോപ്പാക്കി കൊടുക്കുക. അതുകൊണ്ടാണ് മറന്നുപോയത്. എൻ്റെ എല്ലാത്തിലും ഷോൾഡർ കുഞ്ഞായിട്ടാണ് വരാം, കാരണം ഞാൻ നെക്ക് വൈഡായിട്ട് എടുക്കണമുണ്ട് ബാക്കിൽ. അപ്പം ഞാനൊരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കും മാർക്ക് ചെയ്യുമ്പോൾ തന്നെ അതും കൂടെ വെച്ച് മാർക്ക് ചെയ്യണമായിരുന്നു. ഇപ്പം ഞാൻ ചെയ്യാൻ മറന്നുകൊണ്ടാണ് ആ മുകളിൽ നിന്ന് ആ ഷോൾഡറിൻ്റെ അവിടേക്ക് ഒരു 1/2 ഇഞ്ച് 1/2 ഇഞ്ചിൻ്റെ 1/4 ഇഞ്ചിൻ്റെ ഇടയിലായിട്ടൊരു ചെറിയ സ്ലോപ്പും കൂടെ ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ 2 യോക്ക് പീസും മെയിൻ പീസിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ. ഞാനിത് ഫ്രണ്ടും ബാക്കും വേറെ വേറെ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ചെയ്തോളൂ. ഇനി താഴോട്ട് ചെയ്ത സ്കേർട്ട് പോലത്തെ പ്ലീറ്റഡ് ഭാഗമാണ് യോക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗം. അത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്തു. ഇങ്ങനെ ഒരു സ്ക്വയർ പീസാണ്. ഈ സ്ക്വയർ പീസിൻ്റെ വിഡ്ത്ത് ഞാൻ എൻ്റെ അളവിനനുസരിച്ച്, അളവല്ല എൻ്റെ ഒരു പ്ലീറ്റിനനുസരിച്ച് എടുത്തേക്കുന്നത് 30 ഇഞ്ചാണ് ഞാൻ വിഡ്ത്ത് എടുത്തേക്കുന്നത്. ഞാൻ തയ്ച്ച ഇത്രയും ഒരു ഫ്ലയർ പ്ലീറ്റിനും ഈ 30 ഇഞ്ച് മതി. ആൻഡ് ലെങ്ത്ത് ഞാൻ എടുത്തേക്കുന്നത് 13 ഇഞ്ചാണ്. 13 ഇഞ്ചിൽ നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസ് പോവും. മുകളിൽ 1 ഇഞ്ച്, താഴെ ഒരു 1 ഇഞ്ച് മടക്കി അടിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടുക 11.5 താഴെ. അപ്പം മുകളിലും താഴെയും 11.5 ആയിട്ട് എനിക്ക് ടോട്ടലി ടോപ്പിൻ്റെ ലെങ്ത്ത് 23 ഇഞ്ചാണ് കിട്ടുക. ഇനി നമുക്ക് പാൻറ്റ് മാർക്ക് ചെയ്യാം. പാൻറ്റ് മാർക്ക് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ നീളമുള്ള പീസ് 2 പീസ് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടേക്കാണ്. അതായത് ബാക്കും ഫ്രണ്ടും ഞാൻ ഒരുമിച്ചാണ് കട്ട് ചെയ്യണത്. ലൂസ് ഫിറ്റ് ആണല്ലോ ചെറുതായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ബാക്ക് വേറെ ഫ്രണ്ട് വേറെ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ താഴെ ഒരു ലൈൻ മാർക്ക് ചെയ്തു. അത് ലെവൽ ചെയ്ത് മാർക്ക് ചെയ്തേക്കാണ്. അവിടെ നിന്നാണ് ഞാൻ മാർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ലെങ്ത് ആണ് ആദ്യം മാർക്ക് ചെയ്യാൻ പോണത്. ഞാനൊരു 36 ലെങ്ത് എടുക്കണേ. അത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് സീം അലവൻസ് താഴേക്കുള്ളതും കൂടെ ഞാൻ മാർക്ക് ചെയ്യേണ്ടത്. ആക്ച്വലി ഇത് ആ താഴെ വരച്ചോടത്താണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ വരച്ചോന്നേ ഉള്ളൂ. താഴേക്കുള്ളത് അവിടെ തന്നെ കിട്ടുമല്ലോ, അവിടെ മാർക്ക് ചെയ്യണം. ഇനി ഞാനൊരു 4.5 ഇഞ്ച് വേസ്റ്റ് ബാൻഡും ഈ ഒറ്റ പീസിൽ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. ഞാൻ സെപ്പറേറ്റ് വേസ്റ്റ് ബാൻഡ് വയ്ക്കാം, പക്ഷേ ഈ സ്റ്റിച്ചിങ്ങിൽ ഞാൻ ആ ഒറ്റ പീസിൽ തന്നെ വേസ്റ്റ് ബാൻഡും അടിക്കുകയാണ്. അപ്പോൾ വേസ്റ്റ് ബാൻഡിനുള്ള 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ ഒറ്റ പീസിൽ തന്നെ വേസ്റ്റ് ബാൻഡും സീം അലവൻസും ഒക്കെ
ഒക്കെ ഉണ്ട്, ലെങ്ത്തിൻ്റെ എല്ലാം ഉണ്ട്. 36 ഇഞ്ച് എൻ്റെ ലെങ്ത്ത് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്, താഴോട്ടുള്ളത് മുകളിലോട്ട് മാർക്ക് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ 4.5 ഇഞ്ച് വേസ്റ്റ് ബാൻഡ്. അപ്പോൾ ടോട്ടൽ ഇത്ര ലെങ്ത്ത് എനിക്ക് വേണം. ഇത് ഞാൻ ഈ 4.5 ഇഞ്ചിൻ്റെ അവിടെ ഒരു വര വരച്ചു. ഇതിൽ നമുക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത് 36 എൻ്റെ ബാൻഡ് കൂടാണ്ടാണ് കേട്ടോ. ഈ ബാൻഡും കൂടെ വരുമ്പോൾ 36 + 1.5 ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ബാൻഡ് കിട്ടുക. 36 1.5 37 അപ്പോൾ എനിക്ക് ലെങ്ത്ത് കിട്ടുക. ഇനി നമുക്ക് പാൻറ്റിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. മുകളിൽ ഹിപ്പ് റൗണ്ട് ബൈ 4 10 എനിക്ക്, പക്ഷെ ഞാൻ 11 മാർക്ക് ചെയ്തിട്ടുണ്ട് ഇച്ചിരി ലൂസായിട്ട്. 4.5 വേസ്റ്റ് ബാൻഡ് അവിടെ കറക്റ്റ് പാരലായിട്ട് 10 മാർക്ക് ചെയ്യാം. ഇനി വേസ്റ്റ് ബാൻഡ് താഴോട്ടാണ് ബാക്കി മെഷർമെൻറ്റ്സ്. ക്രോച്ച് ലെങ്ത്ത് ഞാൻ എടുത്തേക്കുന്നത് 13.5. അപ്പോൾ ടോട്ടൽ ക്രോച്ച് ലെങ്ത്ത് എനിക്ക് 13 + 1.5 14 കിട്ടും. ആക്ച്വലി ഇത് ലൂസായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം മുകളിൽ 11 ഇഞ്ച് എടുത്തില്ലേ, അവിടെ നിന്നാണ് താഴോട്ട് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തേക്കുന്നത്. ആ ഫോൾഡഡ് അല്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്താണ് കേട്ടോ നമ്മൾ ഈ ക്രോച്ച് ലെങ്ത്ത് ഒക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇപ്പുറത്തെ ഭാഗം അപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും. എന്നിട്ട് ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നിന്ന് ഞാനൊരു 2.5 ഇഞ്ചും കൂടി കയറ്റി അങ്ങോട്ട് വരയ്ക്കുകയാണ്. അതായത് 11 + 2.5 13.5. അപ്പോൾ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നമ്മുടെ വിഡ്ത്ത് വരുന്നത് 11 + 2.5 അതും കൂടെ അവിടെ മാർക്ക് ചെയ്തേക്കാണ്. എന്നിട്ട് അവിടെ ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുത്തേക്കാണ്. ഇങ്ങനെയാണ് ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ, ക്രോച്ചിൻ്റെ അവിടെ ഞാൻ മാർക്ക് ചെയ്യാം. ഇനി താഴത്തെ നമ്മുടെ റൗണ്ട് മാർക്ക് ചെയ്യാം. ഞാൻ 10 എടുത്തേക്കണേ. ഈ മോഡലിൽ ഇച്ചിരി പൊടിക്ക് ലൂസ്, നമ്മുടെ കറക്റ്റ് അളവല്ല, ഫിറ്റായിട്ട് കിടക്കണ മോഡലല്ല. എന്നിട്ട് ആ ക്രോച്ചിൻ്റെ അവിടെ ഞാൻ 1 ഇഞ്ച് സീം അലവൻസ്, ആ 13.5 + 1 ഇഞ്ച് സീം അലവൻസ്, താഴെ 10 ഇഞ്ച് + 1 ഇഞ്ച് അതായത് 11 മാർക്ക് ചെയ്യണത്. എന്നിട്ടിങ്ങനെ ഞാൻ ചെരിച്ച് വരയ്ക്കുകയാണ് ചെയ്യണത്. സീം അലവൻസും അല്ലാണ്ടും 2 ലൈൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബോട്ടം നമുക്ക് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് ഞാൻ ഫുൾ സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് പിന്നെയും ഫോൾഡ് ചെയ്തേക്കാണ്, അതായത് 4 ഫോൾഡ്. ഇത് ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഞാനപ്പോൾ 24 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിന് നേരെ തന്നെ അവിടുത്തെ റൗണ്ട് മാർക്ക് ചെയ്യാണ്. ഞാനൊരു ലൂസായിട്ടാണ് എടുക്കണത് കേട്ടോ. അപ്പോൾ ഒരു 7 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോൾ മാർക്ക് ചെയ്ത് കുറച്ച് ഫോക്കസ് ഔട്ടായി പോയത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ സ്ലിറ്റഡ് കുർത്തിയുടെ തന്നെ അതുപോലെ തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. പ്ലസ് ഞാനൊരു 1 ഇഞ്ച് ലൂസ് കൊടുത്തിട്ടാണ് ആം ഹോൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് സ്ലീവ് ഇച്ചിരി ലൂസായതുകൊണ്ട് ആം ഹോൾ മാർക്ക് ചെയ്തിട്ട് എൽബോ, അതായത് 13 ഇഞ്ചിൻ്റെ അവിടെ വരുന്നിടത്ത് അവിടെ ഞാൻ 7 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാൻ ഇത് വിത്ത് സീം അലവൻസ് ആണ് 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതാ സീം അലവൻസ് ഇല്ലാണ്ട് താഴെ റൗണ്ട് 6 വരും. എന്നിട്ട് ഞാനത് ഫുള്ള് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫുൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തത് വല്ലതും മനസ്സിലായോ? ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കട്ട് ചെയ്താൽ എനിക്കൊരു മിസ്റ്റേക്ക് വന്ന് എഡ്ജ് ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ മനസ്സിലായത് ആം ഹോൾ കട്ട് ചെയ്യണത് ഞാൻ അതിലെൻ്റെ തലയും കൊണ്ട് വെച്ചിട്ട് എൻ്റെ തലയാണെന്നൊക്കെ മൊത്തം കാണാനുണ്ടായിരുന്നു. അപ്പോൾ ആം ഹോൾ കട്ടിങ് വീഡിയോ സ്ലീറ്റഡ് കുർത്തിയുടെ സെയിം തന്നെ. ഇതിലെല്ലാം ഞാൻ കുറച്ച് ലൂസ് ഫിറ്റാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇത് ഞാൻ ഒരു ലെവലെത്തുമ്പോൾ എഡിറ്റ് ചെയ്ത് ശരിയാവായിരിക്കും. ഇപ്പോൾ ഞാൻ തുടക്കമല്ലേ ഇങ്ങനെ കട്ടിങ് വീഡിയോ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണിച്ചിരുന്നത്. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ നാളെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതായിരിക്കും. നാളെ ഇടുന്നതിന് മുമ്പ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ നാളെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കമൻറ്റ് ഇന്ന് ഞാൻ കണ്ട്. ഇന്ന് ഞാൻ സ്ലിറ്റഡ് കുർത്തി തയ്ച്ച വീഡിയോ അല്ല തോന്നുന്നു. എൻ്റെ ജാസ്മിന അനുകരിക്കരുതെന്ന്. ഞാൻ ജാസ്മിന അനുകരിക്കണതല്ല, ഞാൻ ഇങ്ങനെയാണ്. വേണമെങ്കിൽ ജാസ്മിൻ എന്നെ അനുകരിക്കണതായിരിക്കും. ബിക്കോസ് ഞാനാണ് ജാസ്മിനേക്കാളും മൂത്തത്. ജാസ്മിൻ എന്നെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല എന്നൊന്നും അറിയില്ല. പക്ഷെ ജാസ്മിൻ എന്നെ ആയിരിക്കും അനുകരിക്കണത്. ഞാൻ ജാസ്മിൻ അനുകരിക്കാറില്ല. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇങ്ങനെ ഉറക്കത്തുനിന്നൊക്കെ ഫ്രണ്ട്സായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഉറക്കത്തുനിന്ന് എഴുന്നേറ്റിരിക്കുമ്പോൾ ചിലപ്പോൾ എന്നെ കണ്ടിട്ട് ചിലർ പറയാറുണ്ട് ജാസ്മിനെ പോലെ ഉണ്ടെന്ന്. അങ്ങനൊക്കെ പറയാറുണ്ട്. ഞാൻ എന്ത് ചെയ്യാനോ? ഞാൻ ജാസ്മിനെ അനുകരിക്കണതല്ല. അനുകരിക്കാനാണെങ്കിൽ എനിക്ക് വേറെ വല്ല മിമിക്രി ഷോക്കോ അങ്ങനത്തെ വല്ല കലാകാരിയായിട്ട് വേറെ ലെവലിൽ വല്ല ഷോക്കൊക്കെ പോയിട്ട് എനിക്ക് വേറെ രീതിക്ക് ഫേമസ് ആയിക്കൂടെ? എനിക്ക് അഭിനയിച്ചൂടെ സിനിമയിൽ പോയിട്ട്? അത് ഞാൻ ചെയ്യണില്ലല്ലോ. അപ്പം ഇത് ഞാൻ അനുകരിക്കണതല്ല, ഞാൻ ഇങ്ങനെയാണ്.
ആ പ്രസ്തുത കമന്റ് ഇട്ട ചേച്ചി ഇത് കാണുകയാണെങ്കിൽ, ചേച്ചിയോ ചേട്ടൻ അനിയനോ അനിയത്തി ഇത് കാണുകയാണെങ്കിൽ, ഞാൻ ജാസ്മിൻ നെഹി നെഹി, ഞാൻ കൃഷ്ണപ്രിയ ഹേ ഹേ ഹേ. ടാറ്റാ.